ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എളുപ്പത്തിൽ എങ്ങനെ ഒരു തനി നാടൻ ബീഫ് കറി ഉണ്ടാക്കുക എന്നതാണ്. മസാല കൂട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് പൊടിച്ചിട്ടാണ് നമ്മൾ നാടൻ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ കാണാം. ഗ്യാസിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ പച്ചമല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 3-4 പീസ് ചെറിയ പീസ് പട്ട, 4 ഏലക്ക, 5-6 പീസ് ഗ്രാമ്പു എന്നിവ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ചെറിയുള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കാണ്, അതിന് ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തുകൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത മസാല കൂട്ടുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ പച്ച സ്മെല്ല് പോകുന്നവരെ, മഞ്ഞൾപ്പൊടിയുടെയും കാശ്മീരി ചില്ലി പൗഡറിൻ്റെയും പച്ച സ്മെല്ല് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ബീഫ് ചേർത്ത് കൊടുക്കാം. രണ്ടോ 3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബീഫ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫ് ആ മസാലയിലിട്ടൊന്ന് 4-5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ബീഫിനും ഓരോ വേവാണ്. അപ്പം ഈ ബീഫിന് ആദ്യം ഒരു 5 വിസിലിട്ട് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് ഇനി വിസിലിട്ട് വേവിച്ചെടുക്കാം. ബീഫ് ഇവിടെ ഇളക്കിയെടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് വിസിലടിച്ചെടുക്കാം. ഞാനിവിടെ 5 വിസിലടിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി താളിച്ച് ചേർക്കണം. താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫിൽ മുളക് പൊടി ചേർത്തിട്ടില്ല, കുരുമുളകിൻ്റെ ആ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പച്ചമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്കർ അടച്ചു വെക്കാം. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.